നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ. ദുശ്ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. ആ രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും നമ്മളിൽ നിന്ന് ഉണ്ടാവുക. ആ രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കും നമ്മളിൽ നിന്ന് ഉണ്ടാവുക. ഇത് നമ്മളെ വേദനിപ്പിക്കും. നമുക്ക് ഒപ്പമുള്ള ആളുകളെയും വേദനിപ്പിക്കും. ഒപ്പമുള്ള ആളുകൾ വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളാണ് വേദനിക്കുക. അങ്ങനെ വേദനിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ ദുഃഖത്തിന് നമ്മളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല. ദുഃഖം നമുക്കൊപ്പം എന്നും ചേർന്ന് നിൽക്കും. ശുദ്ധമായ ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ ആ രീതിയിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. ആ രീതിയിലുള്ള വാക്കുകളായിരിക്കും നമ്മളിൽ നിന്ന് ഉണ്ടാവുക. ആ രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കും നമ്മളിൽ നിന്ന് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെങ്കിൽ സന്തോഷം ഒരു നിഴൽ പോലെ നമുക്കൊപ്പം ചേർന്ന് നിൽക്കും. ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെയായത് അയാൾ കാരണമാണ്. അത് വേദനയോടെയാണ് നമ്മൾ പറയുന്നത്. അയാൾ കാരണമാണ് എനിക്ക് തോൽവിയുണ്ടായത്, നഷ്ടമുണ്ടായത്. ഇങ്ങനെ നമ്മൾ നിരന്തരം ചിന്തിക്കുമ്പോൾ വെറുപ്പ് നമ്മളിൽ നിന്ന് വിട്ടുപോവില്ല. അത് നമുക്കൊപ്പം ചേർന്ന് നിന്ന് നമ്മളെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതിന് നമുക്ക് വിടാൻ കഴിയണം. ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മളിൽ ഉണ്ടാവണം. അപ്പോഴാണ് വെറുപ്പിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ കഴിയുന്നത്. വെറുപ്പിൽ നിന്ന് മോചിതരാകാനുള്ള ആ ഒരു പരിശീലനം നമ്മുടെ മനസ്സിന് കൊടുക്കണം. അവിടെ നമ്മുടെ മനസ്സ് പരിശീലനത്തിലൂടെ ശുദ്ധമാവണം, ശക്തമാവണം. ശക്തമായ കാറ്റ് അത് എത്ര ശക്തിയാണെങ്കിലും ഒരു പർവ്വതത്തിനെ കുലുക്കാൻ കഴിയില്ല. അതേപോലെ നമ്മൾ ആത്മീയ സാധനയിൽ ഉറച്ചിട്ടുള്ളവരാണെങ്കിൽ, നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്നിനും നമ്മളെ കുലുക്കാൻ കഴിയില്ല. കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാണ്, ശുദ്ധമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ആ ശാന്തി, അതിൻ്റെ ശുദ്ധി, ശക്തി അനുഭവിക്കാൻ കഴിയാത്തത്? നിസ്സാരമായ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്സാരമായ വസ്തുക്കൾക്ക് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു. ഇത് നമ്മെ വേദനയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, വിലപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ ഉള്ളിലുള്ള ആ ശാന്തി, സ്നേഹം, കരുണ, ദയ, ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ് നമ്മൾ ജന്മമെടുത്തിരിക്കുന്നത്. ഈ സത്യം അപൂർവം ചില പുണ്യാത്മാക്കൾ മനസ്സിലാക്കിയിട്ട് അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പരമമായ ആനന്ദവും ആ ഒരു ശാന്തിയും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു, അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ആളുകൾക്കും ഈ അനുഭവം ഉണ്ടാവാറുണ്ട്. അവിടെ ചിന്തയുണ്ട്, ശുദ്ധമായ വാക്കുകളുണ്ട്, ശുദ്ധമായ പ്രവൃത്തി ഉണ്ട്. അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കിക്കൊടുക്കലാണ് നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയാൻ കഴിയുന്നത്.
ഒരു കുടിൽ അത് ശരിയായ രീതിയിൽ പണിതിട്ടില്ല എങ്കിൽ മഴക്കാലമാകുമ്പോൾ, മഴ പെയ്യുമ്പോൾ മഴവെള്ളം മുഴുവൻ ആ കുടിലേക്ക് വരും. ഇതേപോലെ നമ്മുടെ മനസ്സ് ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചിട്ടില്ല എങ്കിൽ, അതിനാ പരിശീലനം കിട്ടിയിട്ടില്ല എങ്കിൽ ദുശ്ചിന്തകളും കാമചിന്തകളും നമ്മുടെ ഉള്ളിൽ നിറയും. അത് നമ്മെ വേദനയിലേക്ക് കൊണ്ടുപോകും. ഒരു കുടിൽ ശരിയായ രീതിയിലാണ് പണിതിട്ടുള്ളതെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പോൾ ഈ മഴകൾ കുടിലേക്ക് പോവില്ലേ? അതേപോലെയാണ് നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ ദുശ്ചിന്തകൾക്കും കാമചിന്തകൾക്കും നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങൾക്കും കടന്നു വരാൻ കഴിയില്ല. അവിടെ നമുക്ക് ശാന്തമായിട്ട് ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നിനെ മുറുകെ പിടിക്കുകയാണ്. ആ മുറുകെ പിടിക്കലിൽ വേദനയുണ്ടാകും. അവിടെ സന്തോഷത്തിന് കടന്നു വരാൻ കഴിയില്ല. അതേപോലെ നല്ല പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് നിരന്തരം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ആ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ കാരുണ്യം, സ്നേഹം, ദയ, അനുകമ്പ നിറഞ്ഞ പ്രവൃത്തികളായിരിക്കും. അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് നമുക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒപ്പമുള്ള ആളുകളെ, ഒപ്പമുള്ള സകല ജീവജാലങ്ങളെയും അതേപോലെ നമുക്ക് കാണാൻ കഴിയണം. കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച്, കൂടുതൽ പ്രഭാഷണങ്ങൾ കേട്ടിട്ട്, കൂടുതൽ സമയമെടുത്തിട്ട് ശരിക്കും നമ്മൾ കേട്ടതിലും വായിച്ചതിലും അറിഞ്ഞതിലും ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ വായന, ആ ഒരു കേൾവി, ആ ഒരു അറിയൽ വെറുതെയാണെന്ന് നമുക്ക് തോന്നും. അതേസമയത്ത് നമ്മൾ കുറച്ച് പുസ്തകങ്ങളാണ് വായിച്ചത്, കുറച്ച് പ്രഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്, പക്ഷെ അത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ സന്തോഷത്തിന് നമുക്കൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നത്. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷവും നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ചിന്തകളുണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്, ദുഃഖമുണ്ട്. ഗുരു ആ ശിഷ്യനെയും കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പോയി. ആ സമയത്ത് രാത്രിയായിരുന്നു, ശാന്തത നിറഞ്ഞിരുന്നു. ആകാശത്ത് ഒരു പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞ് നിന്നിരുന്നു. ആ സമയത്ത് മലയുടെ അടിഭാഗത്തു കൂടെ ഒരു മലിനജലം ഒഴുകിക്കൊണ്ടിരുന്നു. ഗുരു ശിഷ്യനോട് ചോദിച്ചു, ആ മലിനജലം പൂർണ്ണചന്ദ്രനെ സ്പർശിക്കുമോ? ശിഷ്യൻ പറഞ്ഞു, മലിനജലം മലയുടെ അടിഭാഗത്താണ്, ചന്ദ്രൻ ആകാശത്ത് ഉയരങ്ങളിലാണ്, അതിനെ സ്പർശിക്കില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ഇതേപോലെയാണ് നീ വളരെ ഉയർന്ന തലത്തിലാണെങ്കിൽ, വിശാലമായ കാഴ്ചപ്പാട് നിനക്കുണ്ടാവുകയാണെങ്കിൽ, നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും പ്രശ്നങ്ങളും നിന്നെ സ്പർശിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കില്ല. പ്രശ്നങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാഴ്ചപ്പാട് ചെറുതാണ്. അവിടെ വിശാലമായ കാഴ്ചപ്പാടിലൂടെയല്ല നമ്മളെ കാര്യങ്ങൾ കാണുന്നത്. ആ ഉയർന്ന തലത്തിൽ നിൽക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് വേദന ഉണ്ടാക്കുന്നത്. നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ശരിക്കും മനസ്സിലെ ആ ചിന്തകൾ, നിഷേധാത്മകമായ ചിന്തകളാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിന്തകൾക്ക് ഒരു അറ്റൻഷൻ, ശ്രദ്ധ നമുക്ക് കൊടുക്കാം.
പക്ഷേ ആ ചിന്തകളുമായിട്ട് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ലേ? ആ ബന്ധനം ഉണ്ടാവാൻ പാടില്ലേ? ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിനെ ആ രീതിയിൽ പരിശീലിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നത്. ആ ഒരു ശുദ്ധിയിൽ നമുക്ക് ശാന്തി അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കുമ്പോഴാണ് ആ പരമമായ ശാന്തി, അത് നൽകുന്ന സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അതനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ